പുരുഷന്മാരും ഇടകലർന്നുകൊണ്ട് എന്ന് മാത്രമല്ല സ്ത്രീകൾ അവരുടെ ശരീരം പോലും തുറന്നുകൊണ്ട് ഈ വ്യായാമത്തിൽ ഏർപ്പെടുകയും സ്ത്രീ പുരുഷൻ തമ്മിൽ കാണലും നോക്കലും ഹറാമാണെന്ന ഈ ഒരു ധാരണ പോലും ഇല്ലാതെയാക്കി നാശങ്ങളും നഷ്ടങ്ങളും ഇവിടെ വരുത്തിക്കൊണ്ടിരിക്കുന്ന. നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വ്യായാമം ചെയ്യാൻ പാടില്ല, ഇടകലർന്ന് വ്യായാമം ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ അന്യപുരുഷന്മാരെ നോക്കാൻ പാടില്ല, നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്, വലിയൊരു പാപമാണ്, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കണക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ വിഷയത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കാം. ചിലർക്ക് ഇത് വിശ്വാസമായിരിക്കാം, ചിലർ ഇതിനോടൊക്കെ അംഗീകരിക്കുന്നുണ്ടായിരിക്കാം, ചിലർ ഇതിനോടൊന്നും അംഗീകരിക്കുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ ഈ വിഷയത്തിൽ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയനാണ് ഞാൻ ഇനി തുറന്നു പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ കാര്യത്തോട് 1% പോലും യോജിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവരുടെ പ്രശ്നം പുരുഷന്മാർ വ്യായാമം ചെയ്യുന്നു എന്നുള്ളതല്ല, അവിടെ സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. സ്ത്രീയും പുരുഷനും കൂടി വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾ പൊതുപരിപാടിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ആണ്, അവർക്ക് ഒരുപാട് അടിച്ചമർത്തലുകളാണ്. സ്ത്രീകൾ അന്യപുരുഷനെ നോക്കാൻ പാടില്ല, അന്യപുരുഷന്മാർ സ്ത്രീയെ നോക്കിക്കഴിഞ്ഞാൽ പാപമാണ്, സ്ത്രീയുടെ ദേഹത്തേക്ക് അല്ലെങ്കിൽ സ്ത്രീയുടെ മുഖത്തേക്ക് പോലും അവരുടെ ദർശനം ചെല്ലാൻ വേണ്ടിയിട്ട് പാടില്ല, അങ്ങനെ ദർശിച്ചു കഴിഞ്ഞാൽ വലിയ എന്തോ പ്രശ്നമാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പുരുഷന്മാർ നോക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, പുരുഷന്മാർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീയെ റെസ്ട്രിക്ട് ചെയ്യാണ്, സ്ത്രീയെ അടിച്ചമർത്തുവാണ്. വീടിനകത്ത് തന്നെ ഇരിക്കേണ്ട എന്തോ ഒരു വസ്തുവാണ് സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഇവർ പലപ്പോഴായിട്ട് സംസാരിക്കാറുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു പെൺകുട്ടി, എനിക്കൊന്ന് 10ാം ക്ലാസ്സിലെങ്ങാണ്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി പർദ്ദയിട്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി 10ാം ക്ലാസ്സിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചതിന് അംഗീകരിക്കുവാണ് ആ പെൺകുട്ടിയൊക്കെ. അപ്പോൾ ആ കുട്ടി സ്റ്റേജിലേക്ക് കടന്നു ചെന്നപ്പോൾ ഇതേപോലെയുള്ള ഒരു വ്യക്തി പറയുവാണ്, എന്തിനാണ് ഈ കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചത്? ഈ കുട്ടിയുടെ മാതാപിതാക്കളെ വിളിച്ചാൽ പോരെ? ആ കുട്ടി വളരെയധികം കഷ്ടപ്പെട്ടിട്ട് ആ കുട്ടിയുടെ അംഗീകാരം മേടിക്കാൻ വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് സ്റ്റേജിലേക്ക് കയറി ചെന്നതാണ്. അതൊരു പെൺകുട്ടിയാണ് എന്നുള്ള കാരണത്താൽ അവളെ വിലക്കുകയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? എല്ലാ വിലക്കുകളും എല്ലാ അടിച്ചമർത്തലുകളും പെൺകുട്ടികൾക്ക് മാത്രമാണ്, സ്ത്രീകൾക്ക് മാത്രമാണ്. അത് എവിടുത്തെ നിയമമാണ്? എന്നിട്ട് ഇങ്ങനെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് മതവുമായിട്ട് ഇതിനെ അങ്ങ് കണക്ട് ചെയ്യാണ്. സ്ത്രീയും പുരുഷനും ഒന്നിച്ചിരുന്നു എന്ന് വെച്ചോ, സ്ത്രീയും പുരുഷനും ഒന്നിച്ച് വ്യായാമം ചെയ്തു എന്ന് വെച്ചോ, പരസ്പരം ഒന്ന് നോക്കി എന്ന് വെച്ചോ യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല, ഒരു രീതിയിലുള്ള പ്രശ്നവും ഉണ്ടാകുന്നില്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്? ഇതിനെക്കാട്ടില് ഭയങ്കര മാരകമായിട്ടുള്ളൊരു വെർഷൻ, ഇത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളൊരു വെർഷനാണ്. ഇതിനെക്കാട്ടിൽ ഭയങ്കര മാരകമായിട്ടുള്ളൊരു വെർഷൻ നമ്മുടെ നെയ്ബറിങ് കൺട്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു നെയ്ബറിങ് കൺട്രി ഉണ്ട്. കൺട്രിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വളരെ പീസ്ഫുൾ ആയിട്ട് വളരെ സമാധാനത്തോടു കൂടിയിട്ട് ജീവിച്ചിരുന്നതാണ് ആ രാജ്യത്തുള്ള ജനങ്ങൾ. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവിടേക്ക് കുറച്ച് ആൾക്കാർ നുഴഞ്ഞു കയറി അവിടെയുള്ള ഭരണം മുഴുവനായിട്ട് അവർ കൈക്കലാക്കുകയാണ്. അങ്ങനെ അവർ കൈക്കലാക്കിയതോടുകൂടി അവിടെയുള്ള ജനങ്ങളുടെ എല്ലാ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുവാണ്. ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ താമസിക്കുന്ന സ്ത്രീകളാണ്. അവിടുത്തെ സ്ത്രീകളുടെ കാര്യം പറയുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം പ്രോഗ്രസീവായ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്ത്രീ സമൂഹമായിരുന്നു ആ രാജ്യത്തുണ്ടായിരുന്നത്. ഈവൻ അമേരിക്കയെക്കാട്ടിൽ മുമ്പിൽ വോട്ടവകാശം നേടിയ സ്ത്രീകളാണ് ആ രാജ്യത്ത് ജീവിച്ചിരുന്നത്. എല്ലാ സ്ത്രീകൾക്കും നല്ല എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും എല്ലാ കാര്യങ്ങളും അവിടെ സ്ത്രീകൾക്കുണ്ടായിരുന്നു. എല്ലാ സ്വാതന്ത്ര്യവും, പുരുഷനൊപ്പം തന്നെ സ്വാതന്ത്ര്യം അവിടുത്തെ സ്ത്രീകൾക്കുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ ഭരണം മാറിയതോടുകൂടി, ഭരണം ഇവർ കൈക്കലാക്കിയതോടുകൂടി അവിടെ സ്ത്രീകൾ വെറും ഒരു വസ്തു എന്നുള്ള രീതിയിലേക്ക് പിന്തള്ളപ്പെട്ടു. അവിടെ ജീവിക്കുന്ന, തെരുവിൽ ജീവിക്കുന്ന പട്ടികൾക്കും പൂച്ചകൾക്കും അവിടെ താമസിക്കുന്ന സ്ത്രീകളെക്കാട്ടിൽ കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അവിടുത്തെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല. ഒന്നുറക്കെ സംസാരിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല, വോട്ടവകാശമില്ല, ഇപ്പൊ വിദ്യാഭ്യാസം പോലും അവർക്ക് ലഭിക്കുന്നില്ല, ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പോലും. അതിൽ നിന്നൊക്കെ തന്നെ സ്ത്രീകളെ വിലക്കിയേക്കാണ്. മുഴുവനായിട്ട് മറച്ചു പിടിച്ച് മാത്രമേ അവർക്ക് സമൂഹത്തിൽ ഇറങ്ങാൻ പാടുള്ളൂ, അവർ ഉറക്കെ സംസാരിക്കാൻ പാടില്ല, അവർക്ക് യാതൊരു രീതിയിലുള്ള റൈറ്റും ഇല്ല, പുരുഷന്റെ അടിമയായിട്ട് അവർ നിന്നോണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വളരെ വിചിത്രമായിട്ടുള്ളൊരു നിർദ്ദേശം അവർ പുറപ്പെടുവിച്ചിരുന്നു. അതായത് അടുക്കളയുടെ പോലും ജനൽ കൊട്ടിയടയ്ക്കണം.
ഇനി പണിയാൻ പോകുന്ന വീടുകളിൽ അടുക്കളയ്ക്ക് ജനൽ വെക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഈ ജനൽ വെച്ചേക്കുന്നത്? ജനൽ എന്ന് പറയുന്നത് വായുസഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അതിന് വേണ്ടിയിട്ടാണ് ജനൽ വെച്ചേക്കുന്നത്. അടുക്കളയാകുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇവിടെ ജനൽ ആവശ്യമാണ്. അപ്പോൾ ജനൽ പോലും കൊട്ടി അടയ്ക്കണം, ജനൽ തുറന്നിടാൻ പാടില്ല. ആ ജനലിലൂടെ പോലും പുരുഷന്മാർ സ്ത്രീയെ കാണാൻ പാടില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വലിയ പാപമാണ്. എന്ത് പാപം! ദൈവങ്ങളുടെ പേരിൽ ഇങ്ങനെ കണക്ട് ചെയ്തതാണ് ഏറ്റവും വലിയൊരു പാപം എന്ന് പറയുന്നത്. മതത്തിന്റെ പേരിൽ, ദൈവത്തിന്റെ പേരിൽ സ്ത്രീയെ അടിമയാക്കാൻ വേണ്ടിയിട്ടും സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടും ഇവരൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങൾ. അങ്ങനെ ഇതിനെ കാണാൻ പറ്റുന്നുള്ളൂ. സത്യത്തിൽ വളരെ വിഷമം തോന്നുന്നുണ്ട്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാവിധ സ്വാതന്ത്ര്യവും അനുഭവിച്ചിരുന്ന ഒരു സ്ത്രീ സമൂഹം ഇന്ന് വെറും പുഴുക്കളെ പോലെ മാറിയതിൽ ആ സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര വിഷമം വരുന്നുണ്ട്. അവരെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് അവരെങ്ങനെയാണ് ഇനി അവിടെ ജീവിക്കാൻ പോകുന്നത്, അവരുടെ സിറ്റുവേഷൻ എന്താവും, അവരുടെ സാഹചര്യം എന്താവും. വിദ്യാഭ്യാസം പോലും ലഭിക്കുന്നില്ല. ഇനി അവിടെ ജനിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ. ഇപ്പം അവിടെയുള്ള പല സ്ത്രീകളും ആഗ്രഹിക്കുന്നത് ഇനി അവർക്കൊരു പെൺകുഞ്ഞുണ്ടാവരുതെന്നായിരിക്കും. കാരണം അവർക്കറിയാം അവിടെ ഒരു പെൺകുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആ പെൺകുഞ്ഞ് നേരിടാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ പുരുഷന് മാത്രം എല്ലാ സ്വാതന്ത്ര്യം, പുരുഷന് മാത്രം പൊതുപരിപാടിയിൽ പങ്കെടുക്കാം, മറ്റുള്ളവരെ നോക്കാം. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം, പുരുഷൻ നോക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളോടെല്ലാം മറച്ചു പിടിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ആ പുരുഷനോടല്ലേ നിർദ്ദേശം നൽകേണ്ടത്? നീ അന്യ സ്ത്രീയെ നോക്കാൻ പാടില്ല, നിന്റെ കണ്ണ് താത്തി വെക്കുക, നിന്റെ കണ്ണ് തറയിൽ വെക്കുക എന്ന് പറയേണ്ടത് പുരുഷനോടാണ്. പകരം പുരുഷൻ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യവും, പുരുഷൻ എന്തും ചെയ്യാം, ആരെയും നോക്കാം. പക്ഷെ പുരുഷന്റെ നോട്ടം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ മാത്രം മറച്ചു പിടിക്കണം. ഇതിനെ വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേർക്ക് ഇത് വിശ്വാസമായിരിക്കാം, അവരുടെയൊക്കെ ആചാരങ്ങളായിരിക്കാം, അനുഷ്ഠാനങ്ങളായിരിക്കാം. പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ആരെയും മോശക്കാരാക്കി ചിത്രീകരിക്കാനോ ആരെയും അപമാനിക്കാനോ അല്ല. അവരവർക്ക് അവരവരുടെ വിശ്വാസങ്ങൾ ഫോളോ ചെയ്തു പോകാം. പക്ഷേ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം. ഫോഴ്സ്ഫുള്ളി ചെയ്യിപ്പിക്കുമ്പോൾ ആണ് പ്രശ്നം. ഒരു സ്ത്രീക്ക് അങ്ങനെയുള്ള വസ്ത്രം ധരിക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവളുടെ ഇഷ്ടപ്രകാരമാണ് അവൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു വിഷയവുമില്ല. പക്ഷേ മതപരമായ കാര്യമാണ് എന്ന് പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി അവളെ കൊണ്ടത് ചെയ്യിപ്പിക്കുമ്പോൾ അവിടെ വിഷയമാണ്, അവിടെയാണ് പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു നെയ്ബറിംഗ് രാജ്യത്തുള്ള സ്ത്രീകളൊക്കെ അതാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ വേർഷനാണ് ഇപ്പോൾ ഇവർ ഈ പറഞ്ഞത്. അതൊരിക്കലും നമുക്ക് അനുവദിക്കാൻ പറ്റുന്നില്ല, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ വേണമെന്നുള്ള സ്ത്രീകൾ അതൊക്കെ ഫോളോ ചെയ്തോട്ടെ, പക്ഷെ അല്ലാത്തവർ അവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ആർക്കും അവകാശമില്ല. ഒരു സ്ത്രീയുടെ ആഗ്രഹമാണ്, ഒരു സ്ത്രീയുടെ ഇഷ്ടമാണ്. ഫോളോ ചെയ്യേണ്ടവർക്കും വിശ്വസിക്കേണ്ടവർക്കും വിശ്വസിക്കാം. വിശ്വസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യം നൽകുക, അതിനുള്ള അവസരം ഇട്ട് നൽകുക. ഒരു സ്ത്രീക്ക് പൊതുപരിപാടിയിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ, അവിടെ വ്യായാമം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾ അത് ചെയ്തോട്ടെ. ചെയ്യാൻ ആഗ്രഹിക്കാത്തവർ ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇതൊന്നും വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ആരുടെയെങ്കിലും മുകളിലേക്ക് ഫോഴ്സ്ഫുള്ളി ഇത് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് തെറ്റ്. അപ്പം ഇനിയെങ്കിലും ഈ മാറി വരുന്ന സമൂഹത്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനം എടുക്കുക. വിശ്വസിക്കുന്നവർ, വിശ്വാസമുള്ളവർ വിശ്വസിച്ചോട്ടെ, അനുഷ്ഠിച്ചോട്ടെ. പക്ഷേ ആരുടെ മുകളിലേക്ക് ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമില്ല. മതപരമായ ആചാരങ്ങളായിരിക്കാം, അനുഷ്ഠാനങ്ങളായിരിക്കാം, പക്ഷേ വിശ്വസിക്കേണ്ടവർ വിശ്വസിച്ചോട്ടെ.